റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു പരീക്ഷയുടെ എക്സാം സ്ലോട്ട് 2026 PSC കലണ്ടറിൽ പ്രകാരം ഈ ഒരു പരീക്ഷ നടക്കാൻ സാധ്യതയുള്ള ഒരു എക്സാം സ്ലോട്ട് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 414/2025 ആണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസർച്ച് ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. 51,400 രൂപ മുതൽ 1,10,300 രൂപ വരെ സാലറി സ്കെയിലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ് ആണ്. ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാത്തമാറ്റിക്സിലാണ് നിങ്ങളുടെ PG എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു സബ്ബായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് കൊമേഴ്സിലാണ് PG എങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അരിത്തമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സോ നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവലിൽ തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എക്സാം സ്ലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഉള്ള ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഈ ഒരു എക്സാം നടക്കാനായിട്ട് സാധ്യത. ഓക്കെ. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഒരു 3 മാസത്തെ ഒരു ടൈം പീരീഡാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആദ്യ മാസങ്ങളിൽ തന്നെ കഴിഞ്ഞ എക്സാമുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, എക്സാം സ്ലോട്ടിൽ നൽകിയിരിക്കുന്നതിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ 1st ഓർ 2nd വീക്ക് മാക്സിമം അവിടെ ആ ഒരു ദിവസങ്ങളിൽ തന്നെ എക്സാം നടക്കും എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ആ ഒരു സിലബസ് കവർ ചെയ്യാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്.